എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് ഹാർദമായ സ്വാഗതം. എന്താണ് വിശേഷങ്ങൾ? പുതിയ ഗവൺമെൻറ് ഒക്കെ വന്നിരിക്കുന്നു. അതെ, യു.ഡി. സർക്കാരിൻ്റെ പുതിയ ഗവൺമെൻറ് വന്നു. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യം യു.ഡി. സർക്കാരിൻ്റെ പുതിയ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, അതിനെക്കുറിച്ച് എന്താണ് പ്രശ്നം പറയാനുള്ളത്? ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കാമെന്ന് ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിച്ചിട്ട്, പക്ഷെ അതങ്ങനെ പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു. ഈ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടി ഈ 102 സീറ്റ് 100+ കിട്ടുമായിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ അങ്ങ് തീർത്തും മടുത്തു കഴിഞ്ഞപ്പം പിന്നെ ഓട്ടോമാറ്റിക്കലി UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നതായിരുന്നു നല്ലത്. ഇനി അത് പറഞ്ഞ സ്ഥിതിക്ക് KSRTC എല്ലാ ഫാസ്റ്റ് പാസഞ്ചറും അതേ ഓർഡിനറി തൊട്ട് മേപ്പോട്ടുള്ള എല്ലാ വണ്ടിക്കും അങ്ങനെ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഒരു മാസം പോലും ഓടുകയില്ല. ഒരു മാസം പോലും ഓടത്തില്ല. അപ്പോൾ അധിക ബാധ്യത ഉണ്ടാകും. അപ്പം ഇനി പിന്നെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് രാവിലത്തെ എൻ്റെ ഒരു നിഗമനമാണ്, ചിലപ്പോൾ ഒന്നുകിൽ രാവിലത്തെ സർവീസോ വൈകിട്ടത്തെ സർവീസോ അല്ലെങ്കിൽ സിറ്റികളിൽ ഓടുന്ന ലോക്കൽ വണ്ടികളുണ്ട്, അതിലായിരിക്കാം കൊടുക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ പോലും മറുഭാഗത്ത് ചുമ്മാ കിടന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞില്ലയോ, ഇനിയിപ്പോൾ കണ്ടോണോ, അതായത് നിന്ന് പോയ പല കലാരൂപങ്ങൾ എഴുന്നേറ്റ് വരാൻ പോവാ. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലയോ, ഇങ്ങനെ പറഞ്ഞില്ലയോ, നടപ്പിലാക്കണം, അങ്ങനെയെന്ന് പറഞ്ഞാൽ ചുമ്മാതെ വടി കൊടുത്തിട്ട് അടി മേടിക്കുന്നവരായിപ്പോയി. പക്ഷെ അങ്ങനെ ആ വാഗ്ദാനം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പിന്നീട് അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ, ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തന്നെ KRailന്റെ ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പരിഹാരം ഉണ്ടായി. അത് KRailനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഓരോരുത്തരുടെയൊക്കെ വീട്ടിനകത്തും ഒക്കെയാണ് മഞ്ഞ കുറ്റികൾ അവർക്ക് പിന്നെ ആ പുരയുടെ ഒന്ന് ലോൺ വെച്ചിട്ട് വീട് വെക്കാൻ പറ്റത്തില്ല, വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റത്തില്ല, മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വലിയൊരു പ്രതിസന്ധിക്ക് കഴിഞ്ഞ ദിവസം ഒരു വിരാമം ഉണ്ടായി. തീർച്ചയായിട്ടും. അപ്പോൾ അധികാരത്തിൽ എത്തിയതിനു ശേഷം 1 by 1 ആയിട്ട് ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനു മുമ്പേ അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ചെറിയൊരു പോയിന്റ് മതി, അവരെന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മറുഭാഗത്ത് എന്തോ ഉണ്ട് കുറ്റപ്പെടുത്താനും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇത് വടി കൊടുത്തിട്ട് അടി മേടിക്കുന്ന പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ഏതായാലും തുടക്കം തന്നെ വളരെ ഗംഭീരമായിരിക്കുന്നു. ആശാവർക്കർമാർക്കൊക്കെ കൂട്ടി എത്ര ആശാവർക്കർക്ക് കൂട്ടിയത് 3000 ഒറ്റയടി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഓരോ ദിവസവും പുതിയ കാര്യങ്ങളൊക്കെ അവർ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാചക തൊഴിലാളിക്ക് 1000 വെച്ച് കൂട്ടി, 1000 രൂപ വെച്ച് കൂട്ടി. അങ്ങനെ കുറേ കാര്യം. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഒരു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു ചികിത്സാ പിളവിൽ മരിച്ചുപോയ ഒരു ഓട്ടോ ഡ്രൈവറിന് 5 ലക്ഷം രൂപ സഹായം കൊടുത്തു. ഇതിനകത്ത് ഞാൻ ഇത്രയും നാളത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്തി പഠിക്കും. ഒരു 35 അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 35 വർഷം മുമ്പ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒരു പാർട്ടിക്കാരും അങ്ങനെ വലുതായിട്ട് പരിഗണിക്കത്തില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞൊരു 15 വർഷത്തിന് പുറകിലോട്ട് എടുത്ത് നോക്കുമ്പം 18% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, 18% ഉള്ളൂ. അവരുടെ വോട്ട് വലിയ നിർണായകരമായ സ്വാധീനം ചെലുത്തുമെന്ന് നമ്മുടെ പല നേതാക്കന്മാരും പഠിക്കാൻ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കൂടുതൽ കൊണ്ടാണ് പലരും വലിയ കൺവെൻഷൻ വേദികളിലൊക്കെ പോകുന്നത്. അപ്പോൾ വോട്ട് പ്രതീക്ഷയൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. മറ്റേ ഒരു 35 വർഷം മുമ്പ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ വലിയ പരിഗണനയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒരു 15 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റ് വോട്ടുകൾ വളരെ നിർണായകരമായ വോട്ടാണെന്ന് പലരും, നമ്മുടെ നേതാക്കന്മാർ പലരും മനസ്സിലാക്കി പഠിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ VD സതീശൻ സാറ് തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി കൂടെ നിൽക്കുന്ന IAS ഉദ്യോഗസ്ഥരൊക്കെ എന്താ പറയുക,
അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഭരണം സുഗമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു IAS ഉദ്യോഗസ്ഥരാണെങ്കിലും കൂടെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും വളരെ ഐക്യതയോടും ഒത്തിരിയോടും പോയി കഴിഞ്ഞാൽ അടുത്ത ടേമിലൂടെ ഇരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയെക്കാട്ടിലും ഈ വന്നിരിക്കുന്ന മന്ത്രിസഭയിലെ എല്ലാ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്, മന്ത്രിമാരൊക്കെയാണ്, MLA മാർക്ക് വന്നിരിക്കുന്നത്. ഈ ഏത് നമ്മളിപ്പം സുവിശേഷ പ്രവർത്തനത്തിലാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും അതേപോലെ തന്നെ സഭയുടെ പ്രവർത്തനത്തിലാണെങ്കിലും ഈ ദീർഘവീക്ഷണമുള്ളൊരു നേതാവുണ്ടെങ്കിൽ സംഘടന വിജയിച്ചു. തീർച്ചയായിട്ടും കാഴ്ചപ്പാട്. ഈ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഒന്നുമില്ലാതെ ഇങ്ങനെ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ദേശം നശിക്കും, ആ പ്രസ്ഥാനം നശിക്കും, ഇല്ലാതായി പോകും. മാത്രമല്ല ഇപ്പം ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ VD സതീശൻ ദീർഘവീക്ഷണമുള്ള മനുഷ്യനും നല്ല ഒരു കാഴ്ചപ്പാടും അതുകൊണ്ട് പുള്ളി എടുത്തിരിക്കുന്ന ഫിനാൻസ് നിലനിൽപ്പ് തന്നെ പുള്ളിയുടെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ള ഈ ധനകാര്യം തന്നെ കൈകാര്യം പുള്ളിക്ക് വിജയകരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഈ തകർന്ന അവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഇച്ചിരി സമയമെടുക്കും, കാരണം ഇതെല്ലാം തകർന്ന് വല്ലാത്ത വിരോധി കിടക്കുകയല്ലേ. പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവണം, പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം. അപ്പം അങ്ങനെ ഈ സ്റ്റേറ്റിന് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് പുതിയ പദ്ധതികളോടെ വന്നാൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ള ചെറുപ്പക്കാർ ഇനി വെളിനാട്ടിൽ ഒന്നും പഠിക്കാൻ പോകേണ്ടതല്ല, അവർക്കുള്ള തൊഴിൽ അവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ നാട് വിട്ടുപോയ ചെറുപ്പക്കാർ അവിടെ പോയിട്ടും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പം UK എന്നും അയർലൻഡും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം പേരാണ് പ്രയർ ടവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 25 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്ത് പോയിട്ട് 4 വർഷം കഴിഞ്ഞവർ പോലും അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞവർ പോലും 1 ലക്ഷം പോലും തിരിച്ച് നാട്ടിൽ അടയ്ക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് പിള്ളേരുണ്ട് അവിടെ, അങ്ങനെ കുടിയും കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വന്നത്? ഇവിടെ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ ലഭിക്കാതെ പോയതുകൊണ്ടാണ് അടുത്ത സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അവർ നിർബന്ധിക്കപ്പെട്ടത്. വർഷങ്ങൾക്ക് മുന്നമേ ചൈന ഉള്ള രാജ്യം അവരുടെ യുവാക്കളെ മറ്റു രാജ്യങ്ങളിലേക്ക് വിടാതെ അവരുടെ രാജ്യത്ത് തന്നെ തൊഴിൽ സംരംഭങ്ങളൊക്കെ അവർ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ആ രാജ്യത്ത് പുറത്ത് പോകേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കുറച്ച് സ്നേഹിതരും ഒരു ചെറിയ കൂട്ടായ്മ ഷാങ്കായ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ വിമർശിക്കാതെ ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല, പോകാം. 2, ഇപ്പം നമുക്കൊരു പുതിയൊരു സംരംഭം തുടങ്ങണം, ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഓഫീസിൽ വരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരും. ഇതാണ് ചൈനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പ്രോത്സാഹനവും ചെറുപ്പക്കാർക്കൊക്കെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ആ രാജ്യം വിട്ട് അവിടുത്തുകാർക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. ഇതേപോലെ കുറച്ചെങ്കിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സ്റ്റേറ്റിലൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ VD സതീശൻ സാറിൻ്റെ ഒരു ഇത് കേട്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ജപ്പാനിൽ നമ്മുടെ ഈ ഏറ്റവും പ്രായമുള്ളവർ, അല്ല അതിനെക്കുറിച്ച് നമ്മളൊരു കുറിപ്പ് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ ജപ്പാനിലെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും അത് കൊണ്ടുവരണമെന്ന പുള്ളി ആഗ്രഹം. ഈ ജപ്പാന്റെ മാതൃക ഒരുപാട് രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവർ ഈ ജപ്പാനിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സോടിരിക്കുന്നത് ഒരു ഭാഗം ഈ ജപ്പാൻകാരാണ്. അവരുടെ ജീവിത രീതിയും പിന്നെ അവരുടെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ. ഈ ജപ്പാനിലൂടെ ഓടുന്ന ട്രെയിനിൽ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ യാത്രയിൽ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ ജോലിക്ക് പോകുമ്പോൾ തന്നെ പലരും സ്വെറ്റർ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. ഇലക്ട്രോണിക് സാധനത്തോടാണ് താല്പര്യമെങ്കിൽ ആ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം കൂടെ അസംബിൾ ചെയ്ത് 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കന്നെ അവർ ജോലി സ്ഥലത്ത് ചെല്ലുമ്പം കടയിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ട് പോകുന്ന അനുഭവങ്ങളുണ്ട്. ജപ്പാനിൽ അങ്ങനെ ഉണ്ട്. അപ്പം വണ്ടിയിലിരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർക്ക് മൊബൈലിൽ വെറുതെ ഇങ്ങനെ തോണ്ടി സമയങ്ങളെ. പക്ഷെ ജപ്പാനിലെ ഈ തൊഴിലവസരങ്ങളുണ്ട്. മാത്രമല്ല അവർ ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ചിലപ്പോൾ ഡോൾ ഉണ്ടാക്കാനായിരിക്കും ചിലർക്ക് താല്പര്യം, അല്ലെങ്കിൽ അവര് സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തത്തില്ല. അപ്പം ജപ്പാന്റെ മോഡൽ പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു ഈ പ്രായമുള്ളവരുടെ ഒരു
ആണ്. ഇതാണ് കഴിഞ്ഞ ദിവസം അതെ അതെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെച്ചാൽ പ്രായമുള്ളവരെ ഏജ്ഡായി ഉള്ളവർക്ക് രോഗങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് സർക്കാരും അതിൻ്റെതായ സഹായം ചെയ്യുവാൻ. മാത്രമല്ല ഈ 70-75 വയസ്സ് കഴിയുമ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്താഗതി, അപ്പം ഇങ്ങനെ അവർ നിരാശയാണ് പിന്നീട്. അപ്പം അങ്ങനെ ഉള്ള പ്രായമുള്ളവർക്ക് ഇത് വലിയൊരു ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും അവരെ മുൻപന്തിലോട്ട് കൊണ്ടുവരികയും പിന്നെ അവർ ഒത്തുചേരാനായിട്ട് ഒരു എന്താ പറയുക ഒരു ക്ലബ്ബ് പോലൊക്കെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. ഉണ്ട്. അപ്പോൾ ഏതായാലും പുതിയ മന്ത്രി സഭ VD സതീശൻ ടീം, സാറിൻ്റെ ടീം ഗംഭീരമായ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇതുപോലെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണുന്നത്. 5 വർഷം ഇതേപോലെ തീർച്ചയായിട്ടും ജനത്തിന് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ടീമിനും അദ്ദേഹത്തിനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ആശംസിക്കും. അപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.